ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ചന്ദ്രമതി ആവട്ടെ രവിവേട്ടനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ്, ഇവൻ ആരോട് ചോദിച്ചിട്ടാണ് രവിവേട്ടാ എൻ്റെ പേര് കടക്കിട്ടത്? അപ്പോൾ രവിവേട്ടൻ പറയാണ്, ശ്രുതി നിൻ്റെ പേര് തന്നെയല്ലേ അവളുടെ ബ്യൂട്ടി പാർലറിൽ ഇട്ടിരിക്കുന്നത്, അപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലല്ലോ, അതേപോലെ നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ചന്ദ്രമതി എന്ന് പറയാണ്. പിന്നീട് നമ്മുടെ വർഷേനെയാണ് കേട്ടോ സച്ചി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ വർഷ വന്നിട്ട് ആ റിബൺ കട്ട് ചെയ്യാണ്. റിബൺ കട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ വിൽപ്പന നമ്മുടെ രവിവേട്ടൻ തന്നെയാണ്. പൈസ കൊടുത്തിട്ട് പൂ മേടിക്കാണ് കേട്ടോ രവിവേട്ടൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി വന്നിട്ട് വർഷയെടുത്ത് പറയുകയാണ്, വർഷ ആ കയ്യും നീട്ടിയെന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കയ്യും നീട്ടുക, അങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് കാശ് കൊടുക്കാൻ കേട്ടോ കയ്യിലേക്ക്. ഇതെന്തിനാണ് എനിക്ക് കാശ് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വർഷ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലേ, അപ്പോൾ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പാരിതോഷികം തരണ്ടേ, അതുകൊണ്ടാണ് ഈ പൈസ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞാൽ എന്താ ഏട്ടാ എന്തേ കാണിക്കുന്നത് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊരു സന്തോഷമായിട്ട് തന്നാന്ന് പറഞ്ഞിട്ട് നമ്മളെ സച്ചി നൈസായിട്ട് അതുങ്ങൾ ഇതാക്കണം കേട്ടോ. എന്തായാലും രേവതിക്ക് വർഷ ആ കാശ് കൊടുത്തല്ലോ വീട്ടു ജോലിക്ക് നിൽക്കണതാന്ന് പറഞ്ഞിട്ട്, രേവതിക്ക് കൊടുത്തത് ആ വർഷയുടെ ആ ഒരു സ്നേഹം കൊണ്ടാണ്. പക്ഷേ സച്ചി ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് തിരിച്ചും മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ.